അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ മുഹമ്മദ് ഇസാൻ, ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമിയിലെ ശരിയ പ്ലസ് 2ാം വർഷ വിദ്യാർത്ഥി. എൻ്റെ പിന്നിൽ കാണുന്ന ഈ സുന്ദരമായ പുരാതന പള്ളി ഏതെന്നറിയുമോ? ഇതാണ് കോഴിക്കോട്ടെ ചരിത്ര പ്രസിദ്ധമായ മിഷ്കാൽ പള്ളി. ഇവിടെയാണ് അന്ന് ഒരു കൂട്ടം ആലിമീങ്ങൾ ഒരുമിച്ച് കൂടിയത്. നമ്മുടെ നാട്ടിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ബിദ്അത്തുകളെ ചെറുക്കുവാൻ വേണ്ടി അവരൊരു മീറ്റിംഗ് കൂടുകയാണ്. ആ മീറ്റിംഗിന്റെ ഫലമെന്നോണം 1926 ജൂൺ 25 കോഴിക്കോട് ഇക്കാണുന്ന ടൗൺ ഹാളിൽ പിന്നീട് അവർ ഒരുമിക്കുന്നു. അതൊരു ചരിത്രത്തിന്റെ തുടക്കമായിരുന്നു. കാലഘട്ടത്തിന്റെ കുതുബ് സയ്യിദ് ബാലവി മുല്ലക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ അന്നാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പ്രസ്ഥാനം പിറവികൊള്ളുന്നത്. പുത്തൻ പ്രസ്ഥാനക്കാരെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യവുമായി നമ്മുടെ പണ്ഡിതന്മാർ നിതാന്ത ജാഗ്രതയോടെ രംഗത്തിറങ്ങി. അതിന്റെ ഫലമായി കേരള മുസ്ലിങ്ങളായ നാമൊക്കെ ഇസ്ലാമിന്റെ യഥാർത്ഥ സരണിയായ അശ്അരി വിശ്വാസ പ്രമാണത്തിൽ അടിയുറച്ച് ജീവിക്കുന്നു. 1935 കോഴിക്കോട് രജിസ്റ്റർ ഓഫീസിൽ 1ാം നമ്പറായി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യപ്പെട്ട സമസ്ത 100 വർഷം കൊണ്ട് നേരിട്ട വെല്ലുവിളികളും നെയ്തിട്ട നേട്ടങ്ങളും അവർണ്ണനീയമായിരുന്നു. പൊതുജനങ്ങൾക്ക് മതബോധം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി സമസ്ത ആരംഭിച്ച മദ്രസ പ്രസ്ഥാനമാണ് സമസ്തയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലെന്ന് പറയുന്നത്. ഇന്ന് 10,000-കണക്കിന് മദ്രസകളും 11 ലക്ഷത്തോളം വിദ്യാർത്ഥികളും 1 ലക്ഷത്തോളം വരുന്ന അധ്യാപകരുമായി മുസ്ലിം രാജ്യങ്ങളെപ്പോലും അല്ലെങ്കിൽ ഗവൺമെന്റ് സംവിധാനങ്ങളെപ്പോലും വെല്ലുന്ന രീതിയിൽ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സമസ്തയുടെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത് കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും കാലഘട്ടമാണ്. യഥാർത്ഥ ഇസ്ലാമിന്റെ വെല്ലുവിളികളായി കടന്നു വന്ന സകല അവാന്തര വിഭാഗങ്ങളെയും അടിച്ചമർത്തി സുന്ദരമായ ദീനീ പശ്ചാത്തലം ഒരുക്കിത്തന്നാണ് ഇവർ നമ്മോട് ഇവിടെ പറഞ്ഞത്. ഏതൊരു കേരള മുസ്ലിമിനും ഇസ്ലാമിന്റെ നിർബന്ധിത കർമ്മങ്ങളും ബാലപാഠങ്ങളും സുന്ദരമായി നിർവഹിക്കാൻ കഴിയും വിധം സമസ്ത നമ്മെ വളർത്തിയെടുത്തു. കാലത്തിന്റെ വിളികൾ കേൾക്കുകയാണ് സമസ്ത എപ്പോഴും ചെയ്യുന്നത്. ആവശ്യാനുസരണം ഇസ്ലാമിന് അനുഗുണമായ എതിരില്ലാത്ത എല്ലാ സാധ്യതകളുടെ വഴികളും സമസ്ത നമുക്ക് തുറന്നു നൽകുന്നു. അതേസമയം നമ്മുടെ പാരമ്പര്യ മതമൂല്യങ്ങൾക്ക് വിരുദ്ധമായ എന്തിനേയും മുഖം നോക്കാതെ എതിർക്കുവാനും മാറ്റി നിർത്തുവാനും സമസ്തക്ക് യാതൊരു മടിയുമില്ലാതാണ്. SNEC പോലെയുള്ള മതബോധിക സ്ഥാപനങ്ങൾ സമസ്ത കൃത്യമായി മേൽനോട്ടം വഹിച്ച് നടത്തപ്പെടുന്നതും ഇത്തരം വിട്ടുവീഴ്ചയില്ലാത്ത ബോധ്യത്തിന്റെ നേർക്കാഴ്ചയാണ്. ശരിയ പ്ലസ് ഷി പ്ലസ് ലൈഫ് പ്ലസ് ബൈനാത്ത് ആഫാഖ് ഉർദു തുടങ്ങിയ വിവിധ കോഴ്സുകളുമായി SNEC സമസ്തയുടെ കടിഞ്ഞാൻ ബലത്തിൽ അവസരങ്ങളുടെ പുതിയ ആകാശങ്ങൾ തേടി യാത്ര തുടരുകയാണ്. ഈ സംഘശക്തി ഇന്ന് നമ്മുടെ കരങ്ങളിലാണ്. അതിന് കരുത്തു പകരൽ നമ്മുടെ കടമയാണ്. മഹദി ഇമാമിലേക്ക് ഇതിന്റെ നേതൃത്വം ഏൽപ്പിക്കുന്നതുവരെ അടിപതരാതെ കൂടെ നിൽക്കുക. അതിന് അനുഗ്രഹിക്കട്ടെ. ആമീൻ.